നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്തായി മാറിയ മണിയൂർ ഗ്രാമപഞ്ചായത്ത് ആഹ്ലാദം പങ്കിടാനായി ബുധനാഴ്ച വിജയപേരി പരിപാടി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബുധനാഴ്ച വൈകുന്നേരം 4-ന് കുറുന്തോടിയിൽ സംഘടിപ്പിക്കുന്ന വിജയപേരി സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് ഈ വർഷം 941 പഞ്ചായത്തുകളിൽ പ്രവർത്തന മികവിന് സംസ്ഥാനത്ത് 5ാം സ്ഥാനവും കോഴിക്കോട് ജില്ലയിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കിയാണ് സ്വരാജ് ട്രോഫി നേടിയത്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ശുചിത്വ പഞ്ചായത്തുകൾ തീരുമാനിച്ചപ്പോൾ 70 പഞ്ചായത്തുകളിൽ മണിയൂർ ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനത്ത്. തുടർന്ന് സംസ്ഥാന തലത്തിലേക്ക് രണ്ട് തലത്തിലുള്ള മത്സരത്തിന് ഒന്ന് ഹരിതകർമ്മസേനൻ്റെ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മത്സരവും പൊതുവിൽ ശുചിത്വത്തിനൊരു മത്സരം, 2 മത്സരത്തിന് സംസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ 13,71,00,000 രൂപയാണ് ഇപ്പോൾ അവസാനിച്ച സാമ്പത്തിക വർഷം ചിലവായത്. തൊഴിലുറപ്പിൽ 100 ദിന തൊഴിലാളികൾ ഈ വർഷം മണിയൂരിൽ 2,500. അത് കോഴിക്കോട് ജില്ലയിൽ 1ാം സ്ഥാനം, തൊട്ടടുത്ത് ആരുമില്ല. സംസ്ഥാനത്ത് 5ാം സ്ഥാനം. സംസ്ഥാനത്ത് പലതരം പഞ്ചായത്ത്, ആദിവാസി പഞ്ചായത്ത്, മുൻഗണനയുള്ള പഞ്ചായത്തുകളുണ്ട്, മറ്റ് പഞ്ചായത്തുകളുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്ത് 5ാം സ്ഥാനം. തൊഴിലുറപ്പിൽ കഴിഞ്ഞ 2 വർഷവും 1ാം സ്ഥാനമാണ്, 100 ദിനത്തിൽ ഇക്കൊല്ലം 1ാം സ്ഥാനം. മൊത്തം ചെലവ് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ചിലവാണ്. അങ്ങനെ ഒരുപാട് മികവാർന്ന പ്രവർത്തനങ്ങളാണ് ഈ വർഷം, നിരവധി അംഗീകാരങ്ങളാണ് പഞ്ചായത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരാഘോഷമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഭരണസമിതി തീരുമാനപ്രകാരമാണ് വിജയപേരിയുടെ ഭാഗമായുള്ള വർണ്ണശബളമായ ഘോഷയാത്രയ്ക്ക് 3:30 എലിപ്പറമ്പത്ത് മുക്കിൽ നിന്ന് ആരംഭിച്ച് കുറുന്തോടിയിൽ സമാപിക്കും. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിക്ക് ജില്ലയിൽ 1ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ 5ാം സ്ഥാനവുമാണ് മണിയൂരിന്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിൽ ജില്ലയിൽ 1ാം സ്ഥാനവും മണിയൂർ നേടി. വിജയപേരി പരിപാടിയിൽ KP കുഞ്ഞമ്മദ് MLA അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് M ജയപ്രഭ, സെക്രട്ടറി K അൻസാർ, പഞ്ചായത്ത് അംഗം VM ഷൈനി എന്നിവർ പങ്കെടുത്തു.